കേരളത്തിലെ മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പ് വാർത്തകളിൽ നിന്ന് ഭാരതത്തിന് തന്നെ അഭിമാനമായ മറ്റൊരു വാർത്തയിലേക്കാണ്. ഭാരതത്തിലെ ആദ്യ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണ ദൗത്യമായ സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ വിക്രം-1 ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ രംഗത്തെ അതിരുകൾക്കപ്പുറമുള്ള മഹത്തായ ചരിത്ര ദൗത്യം യാഥാർത്ഥ്യമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് രാവിലെ 11:30 നിർണായകമായിട്ടുള്ള വിക്ഷേപണം. ബഹിരാകാശ ദൗത്യങ്ങൾക്കനുസരിച്ച് റോക്കറ്റുകൾ ലഭ്യമാക്കുന്നതിന് സാധ്യതയൊരുക്കുന്ന സംവിധാനങ്ങളുടെ തുടക്കമെന്നും പ്രധാനമന്ത്രി ഈ എക്സ്പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഒരുപക്ഷെ ഒരു കാലത്ത് ഈ പറയുന്ന ദൗത്യങ്ങളുടെയൊക്കെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല, പല രീതിയിലുള്ള അപമാനങ്ങൾ കേട്ടു. പക്ഷേ പിന്നീട് ISRO എന്ന് പറയുന്ന ഒരു ഏജൻസിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള പദ്ധതികളിലൂടെയൊക്കെ രാജ്യത്തെ ഈ ബഹിരാകാശ ദൗത്യരംഗം വലിയ രീതിയിൽ മുന്നോട്ട് കുതിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലാകുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ ഒരു സ്വകാര്യ റോക്കറ്റ് ആദ്യ ബഹിരാകാശ വിക്ഷേപണ ദൗത്യത്തിനൊരുങ്ങുന്നത്. അതിന് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നിരിക്കുന്നു. വിശദാംശങ്ങൾ. തീർച്ചയായും പ്രജിത്ത്, ഏതാണ്ട് പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ തന്നെ. അതിരുകൾക്കപ്പുറമുള്ള ചരിത്രരചനയ്ക്കായി തയ്യാറെടുക്കുകയാണ് ഭാരതം, അല്ലെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഇതിനെ യുവാക്കളും ജനങ്ങളാകമാനവും സാക്ഷിയാകണം, അഭിമാനം കൊള്ളണമെന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം തൻ്റെ സമൂഹമാധ്യമ പോസ്റ്റിൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, വിക്രം-1 ലോഞ്ച് ചെയ്യുന്നത് 11:30 നടക്കുക. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നായിരിക്കും ലോഞ്ച് നടക്കുക. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇതൊരു സ്വകാര്യ റോക്കറ്റ് സംരംഭമാണ് എന്നത് തന്നെയാണ്. നമുക്ക് നേരത്തെ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ വിശാലമായ അർത്ഥത്തിൽ ഈ ബഹിരാകാശ രംഗത്തെ മാനേജ്മെൻറ്റും ബഹിരാകാശ രംഗത്തെ പ്രയോജനപ്പെടുത്തുന്നതിനുമുള്ള സാധ്യതകൾ ഒരുക്കുന്നതിന് റോക്കറ്റുകളുടെ ലഭ്യത, അതുപോലെ തന്നെ ബഹിരാകാശ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കൃത്യമായി ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനെ ISRO മാത്രമല്ല, മറിച്ച് മറ്റു കോമ്പറ്റീറ്റേഴ്സ് തന്നെ ആ മേഖലയിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമായൊരു ഘടകം കൂടിയാണ്. അതിൻ്റെ ഭാഗമായാണ് സ്വകാര്യ മേഖലയ്ക്ക് ഈ രംഗം തുറന്നു കൊടുക്കുകയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തിന് ചില കൃത്യമായ സ്റ്റേക്ക് ഹോൾഡിംഗ് എല്ലാം തന്നെ കൃത്യമായി നിശ്ചയിക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള നീക്കത്തിൻ്റെ ഭാഗമായി ഒരു കമ്മ്യൂണിക്കേഷൻ വിപ്ലവത്തിൻ്റെ മുന്നോടിയായാണ് വലിയൊരു നേട്ടം, വലിയൊരു മുന്നേറ്റത്തിന് ഭാരതം ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്. ആദ്യത്തെ സ്വകാര്യ റോക്കറ്റായ സ്കൈറൂട്ടിൻ്റെ വിക്രം-1 ഇന്ന് 11:30 ലോഞ്ച് ചെയ്യുകയാണ്. ഈ വിക്രം-1 എന്ന് പറയുന്നത് ലോ ഓർബിറ്റിലേക്ക് റോക്കറ്റുകൾ സാറ്റലൈറ്റുകൾ എത്തിക്കുന്നതിനുള്ള റോക്കറ്റാണ്. ഇപ്പോൾ ഈ സാറ്റലൈറ്റ്, ഈ പരീക്ഷണ സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് 350 കിലോഗ്രാം ഭാരമുള്ള സാറ്റലൈറ്റുകൾ, ഡെമോ സാറ്റലൈറ്റുകൾ 450 കിലോമീറ്റർ ഉയരമുള്ള ഓർബിറ്റിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ്. കൃത്യമായും ആ ദൗത്യം ഇന്ന് 11:30 ആരംഭിക്കുകയും ചെയ്യും. ആദ്യ 3 സ്റ്റേജുകളിൽ ഖര ഇന്ധനവും പിന്നീട് ദ്രവീകൃത ഇന്ധനവുമായി 4 സ്റ്റേജുകളിലായി പ്രവർത്തിക്കുന്ന റോക്കറ്റാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് തുടർന്നും PSLV പോലുള്ള കുറേ കൂടി ശക്തമായ റോക്കറ്റുകൾ കൂടി തയ്യാറാക്കുന്നതിനുള്ള നീക്കങ്ങൾ സ്കൈറൂട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ആദ്യ സ്വകാര്യ സംരംഭത്തിൻ്റെ ആദ്യ റോക്കറ്റ് വിക്ഷേപിക്കപ്പെടുന്നു എന്ന ചരിത്രപരമായ ഒരു നിമിഷം ഇന്ന് സാക്ഷിയാകുന്നു. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ വിപ്ലവം, അതായത് സാറ്റലൈറ്റ് രംഗത്തും റോക്കറ്റ് രംഗത്തും സ്വയം പര്യാപ്തമാകുകയും ആവശ്യത്തിനനുസരിച്ച് റോക്കറ്റുകൾ ലഭ്യമാകുകയും വിക്ഷേപണം കാര്യക്ഷമമായി നടക്കുകയും ചെയ്യുന്ന ഒരു മത്സരാധിഷ്ഠിത ബഹിരാകാശ ശക്തിയായി ഭാരതം മാറുന്നതിനുള്ള നീക്കങ്ങളുടെ തുടക്കം കൂടി, ഒരു നാഴികക്കല്ല് കൂടിയാവുകയാണ് ഇന്നത്തെ വിക്ഷേപണം.